ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ട് പോവാം. ജങ്കുക്ക് ജെല്ലു ഇട്ട് നോക്കിയായിരുന്നു. അങ്ങനെ ഇട്ട് എന്ത് ചെയ്യാനറിയില്ല. ഇപ്പോൾ ജിന്ന് പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് ആർക്കും ഇവർക്ക് ഇഷ്ടപ്പെട്ടു പോയല്ലേ, ശരി ഓക്കെ. ഞാൻ പറഞ്ഞു കേട്ടോ, മദർ നമ്മൾ 7 പേരും മാരേജ് കഴിക്കുന്ന ഒരിക്കലും മാരേജ് കഴിക്കും ഓട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ. അത് മാത്രമല്ല, നമുക്ക് മാരേജ് കഴിക്കുമ്പോൾ നമ്മളെ വൈഫ് ഫ്യൂച്ചർ വൈഫ് നമ്മൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷം സംസാരിക്കുക. അങ്ങോട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. പ്ലാൻ പറയാൻ തുടങ്ങി. ജിൻ പറയാൻ തുടങ്ങി, എടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് പറയാൻ തുടങ്ങി. എന്താടാ ജിൻ പറയാൻ തുടങ്ങി, അവൾ ആരാന്ന് കണ്ടുപിടിക്കണോ. ജിൻ ആറാൻ പറയാൻ തുടങ്ങി, ഇല്ലടാ എനിക്ക് കുറച്ച് ഞാൻ കണ്ടുപിടിച്ചിനകത്ത് ആറാൻ പറയാൻ തുടങ്ങി. എന്താടാ സത്യമാണോ? അതെ ആ ജിൻ ഞാൻ കണ്ടുപിടിച്ചിടാ, അത്രേ ഇവിടെ താമസിക്കുന്നു അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി. ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ജങ്കുക്ക് പറയാൻ തുടങ്ങി, ആറും നമ്മൾ പോയിട്ട് വരാം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിട്ട് ഒരു കുട്ടീനെ എടുത്തോണ്ട് വരാൻ 2 പേർ വിളിച്ചോണ്ട് വരാൻ തുടങ്ങി. കണ്ണിൽ തുണി കെട്ടിയിട്ട് കൊണ്ടുവന്നു. കള്ളം എങ്ങനെയൊക്കെ കിഡ്നാപ്പ് ചെയ്ത് അതേമാതിരി ആ കുട്ടിയുടെ എടുത്തോണ്ട് വന്നു. ആരടാ നിങ്ങൾ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന, വിടടാ എന്നെ എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ആ കുട്ടീനെ കണ്ണിൽ തുണിയെടുത്തു. അത് വേറെ ആരെയായിരുന്നു, അനുവായിരുന്നു. അനു പറയാൻ തുടങ്ങി, എന്തിനാടാ എന്നെ എടുത്തോണ്ട് വന്ന, നീ ഈ കുട്ടീൻ്റെ ഫ്രണ്ടല്ലേ? അതെ. എന്താ പ്രിയയുടെ ഫോട്ടോ വെച്ച് കേട്ടാ? അതില്ല, ഞങ്ങൾ ആരാ നിങ്ങൾക്ക് അറിയോ? അറിയില്ല. അതെ മാസ്ക് ഇട്ടുകൊണ്ട് എനിക്ക് എങ്ങനെ അറിയും? മാസ്ക് കുറി ഇത് കണ്ട് ഷോക്കായി. അയ്യോ BTS മെമ്പർ നിങ്ങളാണോ? അതെ അതെ അതെ, ഞങ്ങൾക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, നടന്ന കാര്യം പറയാം. ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് ലവ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പ്ലീസ്. സാർ നിങ്ങൾ എന്താ സാർ പറഞ്ഞാൽ 7 ഒരു കുട്ടിയിൽ സ്നേഹിക്കുക സാർ, അത് ഒരിക്കലും സെറ്റല്ല. ഒരാളെ കല്യാണം കഴിക്കണം പറയും സാർ, നിങ്ങൾ 7 ഒരു കുട്ടീനെ കല്യാണം കഴിച്ചാൽ ഇങ്ങനെ സാർ സംഭവിക്കും സാർ. പറഞ്ഞത് സാർ, അവൾ അക്സെപ്റ്റ് ചെയ്യില്ല സാർ. സോറി സാർ, ഞാൻ എങ്ങനെ സാർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ? സോറി സാർ, പ്ലീസ് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ പ്ലീസ് അനു പ്ലീസ്. ശരി സാർ, ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. അത് മറിച്ച് ഞങ്ങൾക്ക് എങ്ങനെ സാർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ? ശരി ഓക്കെ. ഞാനൊരു പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. എവിടെ ഫുൾ പ്ലേസ് എവിടെ ഉള്ളതെല്ലാം കാര്യം പറയാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഹീറോയിൻ അങ്ങനെ അനു പറയാൻ തുടങ്ങി, എനിക്ക് കുറച്ച് പോരുണ്ടടി. അങ്ങനെ അനു പോയി. പിന്നെ BTS മെമ്പർ അനുവിനെ വിളിച്ചോണ്ട് പോയി. ഇതാണ് ഹീറോയിൻ്റെ ഡാഡീൻ്റെ ഷോപ്പ്. എന്ത് ഷോപ്പാ? അതെ അതെ, ഇവിടാണ് ഹീറോയിൻ്റെ ഡാഡി ഷോപ്പ് ചെയ്യുന്നത്. ഷോപ്പ് പറഞ്ഞ ഒരു ഫുഡ് റെസ്റ്റോറൻ്റ് അല്ല, ഇതൊരു ഫുഡ് ചെഫാണ്. കുക്കിംഗ് പഠിപ്പിച്ച് കൊടുക്കുകയാണ്. അതുമാതിരി റെസ്റ്റോറൻ്റാണ്. ഹോട്ടൽ അവരുതാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്തെല്ലാം ഫുഡ്, പിന്നെ ഹോട്ടൽ എല്ലാം കൂടി അവരുതാണ്. അങ്ങനെ പറഞ്ഞു സാർ സ്കിമി ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ അനു നീ അമ്മ സാർ അങ്കിൾ ഇവർക്ക് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് പറയാം. ശരി അമ്മ പറഞ്ഞു. അങ്കിളിൻ്റെ മോളെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു പോയി. എന്താ അനുവിന് ഇഷ്ടപ്പെട്ടു പോയാ? ഇവരാരും നിങ്ങൾക്കറിഞ്ഞോ? മാസ്ക് കുറയായിരുന്നു. നിങ്ങൾ അങ്കിൾ സീക്രട്ട് റൂമുണ്ട്, ആ റൂമൊക്കെ എടുത്തോണ്ട് പോയി. നിങ്ങൾ മാസ്ക് കുറയും. ഇതിന് കണ്ട് ഹീറോയിൻ്റെ ഡാഡിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നൊരു മതി. അവിടുത്തെ ഒരു മയങ്ങി വീണു. അങ്ങനെ മയക്കത് തണിപ്പിച്ച് എല്ലാവരും അനു വീട്ടി വാട്ടർ ഊറ്റി നിങ്ങൾ BTS മെമ്പറല്ലേ? ഇത് കേട്ടി എനിക്ക് ഷാക്ക്. എന്തേ നിങ്ങൾക്ക് അറിയോ അങ്കിൾ? എന്തമ്മ അറിയാത്തത്? ഇവരെനിക്കറിയോ. അത് മാത്രമല്ല ഇവരെ പാട്ട് ഞാനും കേൾക്കും. ഇത് കേട്ട് ഷാക്കായനും. എന്ത് പോയോ അങ്കിള്? ഒന്നുമില്ലപ്പാ, നിങ്ങളെനിക്ക് പിടിക്കുമോ? നിങ്ങൾക്ക് എൻ്റെ മോളെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. എന്താ എൻ്റെ മോളെന്നെ പിടിച്ച? അതെങ്കിൾ അത് എന്നിങ്ങനെ പറയാൻ തുടങ്ങി. ശരിപ്പാ, നിങ്ങളെ വാസം എനിക്കും കുറച്ചറിയപ്പാ. നിങ്ങൾ പറഞ്ഞു, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഓക്കെയാണ്, മാത്രം എൻ്റെ മോള് ഓക്കെ ആവുമോ അറിയില്ല. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഓർക്കും ഹാപ്പി മെമ്പർ. അവരുടെ ഡാഡിനോടും അവർ ഗ്രാൻഡ് പ മാത്രമേ ഉള്ളൂ, ഒരു അച്ഛനമ്മയില്ല അവർക്ക്. അങ്ങനെ ഗ്രാൻഡ് പേനോട് പറഞ്ഞു. ഗ്രാൻഡ് പ ഓക്കേപ്പാ എന്ന് പറഞ്ഞു. അവരെല്ലാം വെതേഴ്സാണ്. അങ്ങനെയായിട്ട് അവർ ഒരേ ഫാമിലിയാണ്. ഓക്കെ, ഗ്രാൻഡ് പേരോട് വന്ന് പിന്നെ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. വീട്ടിലൊക്കെ വന്നു. ആ പ്രിയ, എൻ്റെ അച്ഛാ നിനക്കിന്ന് എൻഗേജ്മെൻറ്റാ. എന്ത് എൻഗേജ്മെൻറ്റാ? അതേ മണി റെഡി ആയിട്ട് വാ. ശരി ഓക്കെ. അങ്ങനെ ഒരു കാറെല്ലാം വരാൻ തുടങ്ങി വീട്ടിലൊക്കെ. റിയാക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഹനക്ക് ഒരു വില്ലത്തൊരു ഒരു സ്മൈൽ ചെയ്ത് തുടങ്ങി. ഇവളൊക്കെ അറിയില്ല ഹാരാസ്മെൻ്റ് എന്ന്. എനിക്കറിയും. ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ കാറെല്ലാം വന്നു. കാറെല്ലാം വരുന്നു. അപ്പുറത്തെ വീട്ടിലത്തെ ആൻറ്റിക്ക് ഷോക്ക്. ഇതെന്താ ഇത്ര കാറ്, വലിയ വലിയ കാറെല്ലാം വരുന്നത്? അങ്ങനെ ആൻറ്റി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കാറിൽ ഓരോന്ന് ബോയ്സ് ഇറങ്ങാൻ തുടങ്ങി.
ഇങ്ങനെ മാസ്ക് ഇട്ടിട്ട് വന്നു 7 ബോയ്സ് അകത്ത് പോയി നോക്കി. വാവ്, കാണാൻ നല്ല ചന്തമുണ്ടിട്ട് അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിൻ്റെ മകൾ സൈറ്റ് അടിക്കാൻ തുടങ്ങി. വീട് നല്ല ക്ലിയർ ഇല്ല, അവർ കണ്ണ് നല്ല ഭയങ്കര ആൻസായിട്ടുണ്ട്. മമ്മി, ഇവരെല്ലാം എവിടേക്കമ്മ പോകുന്നത്? അറിയില്ല, എന്താ നടക്കുന്ന അറിയില്ല. അങ്ങനെ ബോയ്സ് എല്ലാം 7 പേർ അകത്ത് പോയി എൻഗേജ്മെൻറ്റ് പ്ലെന്നിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഹീറോ തല വഗ്ഗി വരാൻ, ആരൊക്കെ കല്യാണം കഴിപ്പിക്കുന്നൊന്നും അറിയില്ലല്ലോ, ടെൻഷനിൽ വരാൻ തുടങ്ങി. ഫ്രണ്ട് പറയാൻ തുടങ്ങി, മച്ചി വാവ്, കാണാൻ നല്ല സുന്ദരൻ മാറിയിട്ടുണ്ടല്ലോ, കാണാൻ നല്ല ചന്തമുള്ളവരല്ലേ ഇവർ കാണാൻ. എന്താ ഇവളെന്ന് ഇങ്ങനെ പറയുന്നേ? എന്നടി മച്ചീന് ഇങ്ങനെ പറയുന്നേ? ഇവരെല്ലാവരും കാണാൻ ഭംഗിയായിട്ടുണ്ടല്ലേ. എല്ലാവരാ? ഇവൾക്കെന്താ ലൂസ്? മച്ചി ഇങ്ങനെ ഇങ്ങനെ കണ്ണു മീറ്റ് നോക്കി. അപ്പോൾ അവിടെ ഷുഗർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഷുഗറിനെ നോക്കി ഷോക്കായി പോയി. എന്താ ഇവരാണോ എൻ്റെ ഫിയാൻസി? ഹലോ ജിന്നു പറഞ്ഞു. എന്താ ഇവനല്ല, അപ്പം ഇവനാ? എന്താ ഇത് നടക്കുന്നിവിടെ? അതല്ല, 7 പേർ വന്ന് ഇങ്ങനെ അതിനെ സംസാരിക്കത്തന്നെ. അങ്ങനെ ഇത് കണ്ട് ഷോക്കായിപ്പോയി. ഇത് 7 പേരിൻ്റെ ഫിയാൻസിയാ പറഞ്ഞു. എന്ത് 7 ഫിയാൻസിയാ? അവിടേക്കും മയങ്ങി വീണു. ഹീറോയി ഫ്രണ്ട് പിടിച്ചോണ്ട് പോയി. ഹലോ എടിടി. അവർക്ക് മനസ്സിലാക്കായി. എന്ത് പറ്റി എനിക്ക്? എന്ത് നിങ്ങൾ 7 പേരെ ഫിയാൻസി ഉണ്ട്? അവർ മാസ്ക് കുറിയായിരുന്നു, അതുകൊണ്ട് ഷോക്കായിരുന്നു. ഇവരെ വീട് കണ്ട് ഷോക്കായിരുന്നു. ആക്ടിങ് ചെയ്തിട്ടുണ്ട്, മനസ്സിലുള്ള ഷോക്കായിരുന്നു അവർ കണ്ടിട്ട്. ഇപ്പോൾ ഇവരുടെ ഫിയാൻസി പറഞ്ഞ ഹീറോയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു മതി. അയ്യോ, ഇവരെ കല്യാണം കഴിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കും? എല്ലാവരും വന്ന് എൻ്റെ മണ്ടേനെ പൊളിക്കുമല്ലേ, ഞാൻ എന്താ ചെയ്യുക? എടി മച്ചി, ഇത് വേണ്ട പറയടി. ആരും പറയുക, എടി ഇത് അറേഞ്ച് മാരേജായി ഞാൻ പൊളിക്കായിരുന്നു മച്ചി. മനസ്സിലുള്ള കാര്യം, ഇത് അറേഞ്ച് മാരേജായി ഞാൻ എങ്ങനെയാണ് പൊളിക്കാത്തത്? ഇതിന് അറേഞ്ച് മാരേജും അല്ല, ഫോഴ്സ് മാരേജ് അല്ല. എന്തടി ഞാൻ പറയാ? ഇത് ഫാൻസ് കയറി ചെയ്യാൻ തുടങ്ങി. അതിനും മനസ്സിലുള്ള കയറി തുടങ്ങി. എടി നീ വേണ്ട പറഞ്ഞ ഇവർ എന്നെ ബാക്കി വെക്കില്ലടി, എന്ത് ചെയ്യാ? അയ്യോ കുടുങ്ങി ചേ ഫ്ലാഷ് ബാക്ക് ഓർക്കാൻ തുടങ്ങി. ഇങ്ങനെയായിട്ട് ആഴ്ചയൊക്കെ തുടങ്ങി. അപ്പം ജിമ്മിൻ ജങ്കുക്ക് വന്ന് പറയാൻ തുടങ്ങി. അതെ, ഒരു കാര്യം പറയണ കേട്ടോ, ഞാനൊരു കാര്യം